റബീഇലേക്കുള്ള ഒരു സഫർ ദിവസം 12. ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് വിശ്വസിച്ച ഹൃദയം ഹിറാ ഗുഹയിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിറച്ചുകൊണ്ട് വീട്ടിലെത്തി. പുതപ്പ് ആവശ്യപ്പെട്ടു. ആ നിമിഷത്തിൽ ലോകം മുഴുവൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചിരുന്നില്ലെങ്കിലും ഒരു ഹൃദയം നബി തങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഹൃദയമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വന്നിട്ട് നബി അവിടുന്ന് ചോദിക്കുകയാണ്, ജമ്മിലൂനി ജമ്മിലൂനി, എന്നെ പുതപ്പിക്കൂ, എന്നെ പുതപ്പിക്കൂ. ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബിയെ ആശ്വസിപ്പിച്ചു. കല്ല വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദ, അള്ളാഹുവാണേ, ഒരിക്കലും അള്ളാഹു അങ്ങയെ കൈവിടില്ല നബിയെ. പിന്നെ എന്നിട്ട് അള്ളാഹുവിൻ്റെ ഖദീജ ബീവി പറയുന്നുണ്ട്, ഇന്നക ലതസിലുർ റഹിമ വതഹമിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഖവിൽ ളൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്, തീർച്ചയായും അങ്ങ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു, ദുർബലരുടെ ഭാരങ്ങൾ വഹിക്കുന്നു, ഇല്ലാത്തവർക്കായി സമ്പാദിച്ചു കൊടുക്കുന്നു, അതുപോലെ അതിഥികളെ ആദരിക്കുന്നു, സത്യത്തിൻ്റെ കാര്യങ്ങളിൽ വരുന്ന ദുരിതങ്ങളിൽ സഹായിക്കുന്നു. എത്ര മനോഹരമായ സാക്ഷ്യം! മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ ഭയപ്പെട്ട ആ രാത്രിയിൽ ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ അരികിൽ നിന്നു. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ ബന്ധുവായ വറഖത്ത് ബിൻ നൗഫൽ എന്ന വ്യക്തിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. വറഖത്ത് പറഞ്ഞു, ഹാദൻ നാമൂസുല്ലദീ നസ്സലല്ലാഹു അലാ മൂസ അലൈഹിസ്സലാമയുടെ മേൽ അല്ലാഹു ഇറക്കിയ അതേ ദൂതർ തന്നെയാണ് ഇത്. സ്വഹീഹുൽ ബുഖാരിയിലെ കിതാബ് ബദഉൽ വഹ്യ ഹദീസ് നമ്പർ 3 ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരാണെന്നതിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. സ്ത്രീകളിൽ ഖദീജ റളിയല്ലാഹു അൻഹ, സ്വതന്ത്ര പുരുഷന്മാരിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, കുട്ടികളിൽ അലി റളിയല്ലാഹു അൻഹു, മോചിത അടിമകളിൽ സയ്യിദ് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ആദ്യ വിശ്വാസി എന്നതിനെ ഒരു മാത്രം പേരിൽ പരിമിതപ്പെടുത്തുന്നതിനേക്കാൾ ഓരോ വിഭാഗത്തിലും ആദ്യം വിശ്വസിച്ച മഹത്തുക്കളെ ആദരവോടെ ഓർക്കുന്നതാണ് കൂടുതൽ കൃത്യം. ഇന്നത്തെ പാഠം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകം തിരിച്ചറിയുന്നതിന് മുമ്പ് ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞു. ഇതാണ് ഇന്നത്തെ വലിയ പാഠം. വാക്കുകൾ കേൾക്കുന്നതിന് മുമ്പ് സ്വഭാവം കാണുക. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മഹത്വം അവൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എങ്ങനെയാണ്, ദുർബലരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അതിഥികളോട് എങ്ങനെയാണ്, ബന്ധുക്കളോട് എങ്ങനെയാണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇതിന് ഏറ്റവും വലിയ മനോഹരമായ മാതൃകയാണ്. മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളും ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഹൃദയം പോലെ വിശ്വാസത്തിലും ത്യാഗത്തിലും ഉറച്ചതാകട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും അടുത്ത് നിന്ന മറ്റൊരു മഹാനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് എന്ന പേര് ലഭിക്കാൻ കാരണമായ ആ വിശ്വാസത്തിൻ്റെ കഥ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.